ടാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വെക്കേഷൻ സീരീസ് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തായിരുന്നു. അപ്പോൾ പലരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ പത്തെണ്ണം നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. അതിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ റോൾ ചെയ്ത് പത്ത് കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളെ. വേഗം സബ്സ്ക്രൈബ് ചെയ്തു. ഇനിയുള്ള വെക്കേഷൻ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ ക്രിസ്മസൊക്കെ ആണെങ്കിൽ നമുക്കൊരു പോയി പൊളിക്കണ്ടേ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്. അതെ, നാളെ ക്രിസ്മസ് ആണ്. വേറെ ക്രിസ്മസ് ഓർഡർ. അപ്പോൾ നാളെ ക്രാഫ്റ്റ് ഇതായിരിക്കില്ല. ഇത് നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും നാളെ വേറെ ക്രാഫ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം വരുന്ന ക്രിസ്മസ് സീരീസ് ആയിട്ട് വേറെ ക്രാഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കി എടുത്തിട്ട് അപ്പോൾ ഞാനിത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ ബാക്കിയുള്ള നാളെ നാളെ ചുരുട്ടി എടുക്കാതെ ഓരോന്നൂടെ ഉണ്ടാക്കിയെടുത്തു. ജസ്റ്റ് 3 കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ നമ്മൾ ഒരു വലിയ ചട്ടൽ ഉണ്ടാക്കി, പക്ഷേ ഇത്രയും കൂടെ മതി. അതുകൊണ്ട് കുറച്ചുകൂടി നല്ലതാക്കാൻ ഇത് 3 കൂടെ ഞാൻ ഇതിനകത്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യോജിപ്പിക്കാൻ കൊടുക്കുന്നതിൻ്റെ സ്ഥലത്തേക്ക് കുറച്ച് ഗന്ധം ഇടുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണുക. അങ്ങനെയാണ് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ആ സ്ഥലത്ത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കെട്ടാണെങ്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഗൈസ് ഒരു സ്റ്റെപ്പിൽ ഒട്ടിച്ചിങ്ങനെ ഇങ്ങനെ എൻ്റെ പുറത്തോടെ ഇങ്ങനെ നിരത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുന്നിട്ട് ഒരു ക്യാബ് ഉണ്ടാകുന്നുണ്ടാക്കിയിട്ട് പിന്നെ അതിങ്ങനെ വെച്ചിട്ട് പിന്നെ പെയിൻറ്റ് ഒട്ടിക്കാനൊക്കെ നമുക്ക് അന്നേരം ചിന്തിക്കാൻ കിട്ടും. നമുക്കിനി അടുത്ത തട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം കേട്ടോ. പക്ഷെ അടുത്ത തട്ട് ഒട്ടിക്കുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ തന്നെ വയ്ക്കാതെ ഇങ്ങനെ വെക്കണേ. കാരണം എൻ്റെ രണ്ടാമത്തെ സെൻറ്റർ നമുക്ക് കണക്കാക്കി വെക്കാനാണ് കേട്ടോ.